വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LP സ്കൂൾ ടീച്ചറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ SCRT ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറുടെ പ്രസിദ്ധീകരണമല്ലാത്ത ഏതാണ്? നാലാഗമങ്ങൾ, അഭിനവ കേരളം, ഇടയ നാടകങ്ങൾ, ആദിഭാഷ എന്നിവയ്ക്കാണ് പ്രസിദ്ധീകരണങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആദിഭാഷ എന്ന് പറയുന്നത് എന്തായാലും ഏലിയാസ് ചവറുടെ ഇല്ല അല്ലേ. ആദിഭാഷ ആരുടേതാണെന്ന് കമൻറ്റ് ചെയ്യുന്ന നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേതാണ് ശരിയില്ലാത്തത്. അതായത് ഏലിയാസ് ചവറുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? നാലാഗമങ്ങളും അതുപോലെ തന്നെ എന്താണ് ഇടയ നാടകങ്ങളും. നാലാഗമങ്ങളും ഇടയ നാടകങ്ങളുമാണ് ആരുടെ? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചവറുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അല്ലാത്തതാണ് അഭിനവ കേരളവും അതുപോലെ തന്നെ ആദിഭാഷയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാണ്? കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരായ ദിവാൻ ആരാണ്? ആർ ഷൺമുഖൻ ചെട്ടി അല്ലേ. ആർ ഷൺമുഖൻ ചെട്ടിയാണ് കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണമായ ദിവാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗംഗാതീരത്ത് നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തേംസ് നദിക്കരയിൽ കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ ഈ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതെന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ആരാണ്? ജോൺ സള്ളിവൻ അല്ലേ. ജോൺ സള്ളിവനാണ് എന്ന് പറഞ്ഞത് ഗംഗാതീരത്ത് നിന്ന് എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത തേംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ ഈ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഖുദേ ഖിദ്മത്കാർ എന്ന സംഘടനയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയ വ്യക്തി ആരാണ്? എന്താണ്? ഖുദേ ഖിദ്മത്കാർ എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെ ഇടം നേടിയ വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ട്ടോ. ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ആണ്. ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടോ. അവ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട 3 കപ്പലുകൾ? INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായി മെസ്സപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയാണ് യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായിട്ട് മെസ്സപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത്? ആരെയാണ്? ഇനന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? രൂപാർ പഞ്ചാബ്, അലങ്കർപൂർ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ രാഗി ഗാർഹി എവിടെയാണ്? ഹരിയാനയിലാണ് അല്ലേ. രാഗി ഗാർഹി ഹരിയാനയിലാണ്. മധ്യപ്രദേശിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെറ്റാണ്. ധോളവിര ഗുജറാത്തിലാണ്. അപ്പോൾ രൂപാർ പഞ്ചാബ്, അലങ്കീർപൂർ ഉത്തർപ്രദേശ്, രാഗി ഗാർഹി എന്ന് പറയുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പോൾ അതാണ് തെറ്റിയില്ലേ. രാഗി ഗാർഹി മധ്യപ്രദേശിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ അതുപോലെ തന്നെ ഇന്ത്യയുടെ ISROയും കൂടി സഹകരിച്ചിട്ടില്ലേ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ശുഭാൻകു ശുക്ലയാണ് എന്ത് പറയുന്നത്? ഇന്ത്യൻ വിംഗ് കമാൻഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തത് ഏതാണ്? കുറച്ച് ഭാഷകൾ ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭോജ്പുരി ഉണ്ടോ? ശരിയല്ലാത്തതിൽ വന്നിട്ടില്ല ക്ലാസിക്കൽ പദവിയിലേക്ക്. മറാത്തി, ആസാമീസ്, ബംഗാൾ എന്നിവയൊക്കെ എന്താണ്? പുതിയതായിട്ട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്? എന്നാണ് പറയുന്നത്? കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത് ഏതിലാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? എന്നാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ കാലഗണന ക്രമത്തിൽ ആദ്യം നടന്ന രീതിയിൽ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ എന്താണ്? സൂററ്റ് പിളർപ്പ് വന്നു. അതിനുശേഷം എന്താണ്? ലക്നൗ കരാർ വന്നു. അഹമ്മദാബാദ് മിൽ സമരം പിന്നീട്. അതുപോലെ ചൗരി ചൗര സംഭവം. ഇതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. സൂററ്റ് പിളർപ്പ് നടക്കുന്ന ഇയർ ഏതാണ്?
1906 സൂററ്റ് പിളർപ്പ് നടക്കുന്നത് 1906. ലക്നൗ കരാർ 1916. അഹമ്മദാബാദ് മിൽ സമരം 1917. ചൗരി ചൗര സംഭവം 1922. അപ്പം പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ട പർവ്വത നിരകളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ്? അപ്പോൾ പശ്ചിമഘട്ട പർവ്വത നിരകളെ കുറിച്ച് ശരിയായത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? നോക്കിയേ. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിലാണ് കാണപ്പെടുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. ശരിയായ ആൻസറാണ്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. നെക്സ്റ്റ്, അപ്പോൾ അതാണ് അവിടെ തെറ്റെന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകളെ സഹ്യാദ്രി എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകളെ സഹ്യാദ്രി എന്ന് വിളിക്കുന്നു. അതൊക്കെയാണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഇതിലേതാണെന്നാണ് പറയുന്നത്. ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ചിട്ട് അല്ലേ? ഏതാണ്? ആരവല്ലി ഉണ്ടോ? ആരവല്ലിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? കൃഷ്ണ, മഹാനദിയിലെ മഹാനദിയും കൃഷ്ണയുമാണ് ഉപദ്വീപീയ നദികൾ. പൂർവ്വഘട്ടത്തെ മുറിച്ച് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6 ഏത് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല ഏതാണ്? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാലയാണ് ബോംബെ സർവകലാശാല. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ്? ഇന്ത്യയുടെ 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യക്കാരനാണ് പ്രഭാവോ സുബിയാന്തിയാണ് 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2ാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ഇന്ധനങ്ങളിൽ കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണല്ലേ ഏറ്റവും മികച്ച ഇന്ധനം. കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മികച്ച ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ്, ഹൈഡ്രജനാണ്. കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നേത്രവിദഗ്ധൻ കണ്ണട വാങ്ങാനായിട്ട് കൊടുത്ത കുറിപ്പിൽ ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? അപ്പോൾ അത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണല്ലേ? അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയാണ്, -2D ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂനത പരിഹരിക്കുവാനായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്? ഒരു കോൺകേവ് ലെൻസ് ആണല്ലേ ഉപയോഗിക്കേണ്ടത്. ഹ്രസ്വദൃഷ്ടിക്കാർ ഉപയോഗിക്കുന്നതാണ് ഒരു കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 0.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. അപ്പം എന്താണ് വരുന്നത് ശരിയായത്? അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയുണ്ട്, ന്യൂനത പരിഹരിക്കാൻ ഒരു കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫേസ് കറൻറ്റും ന്യൂട്രൽ കറൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറൻറ്റിലേക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനം ഏതാണ്? ഫേസ് കറൻറ്റും ന്യൂട്രൽ കറൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറൻറ്റിലേക്ക് തിരിച്ചറിയുക. അതിനുശേഷം സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനമാണ് RCCB എന്ന് പറയുന്നത്. വായുവിൽ 50 ഭാരമുള്ള 50 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 30 കിലോഗ്രാമായിട്ടാണ് എങ്കിൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? അപ്പോൾ എന്താണ് പറയുന്നത്? വായുവിൽ എത്രയുണ്ട്? 50 ആണല്ലേ ഭാരം പറയുന്നത്, 50 ആണ്. അത് മുങ്ങിയിരിക്കുന്നത് ഭാരം എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ ഇല്ല കേട്ടോ. ഇവയൊന്നല്ല എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും 8 സെക്കൻഡ് കൊണ്ട് 60 മീറ്റർ പെർ സെക്കൻഡായി ഈ സമയയിടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? 200 മീറ്റർ കേട്ടോ. 200 മീറ്റർ ആണ് വരുന്നത്.
ഒരു കാറും അതിൻ്റെ ഇരട്ടി മാസ്സുള്ള ഒരു ലോറിയും ഒരേ ഗതികോർജ്ജത്തിൽ നേർദിശയിൽ പോകുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? എന്തായിരിക്കും? ഒരു കാറും അതിൻ്റെ ഇരട്ടി മാസ്സുള്ള ലോറിയും ഒരേ ഗതികോർജ്ജത്തിലാണ് പോകുന്നതെങ്കിൽ ലോറിക്ക് കാറിനേക്കാൾ എന്തായിരിക്കും? മൊമെൻറ്റം കൂടുതലായിരിക്കും. ലോറിക്ക് കാറിനേക്കാൾ മൊമെൻറ്റം കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീളത്തിൻ്റെ യൂണിറ്റുകളെ വലുതിൽ നിന്ന് ചെറുത് വരുന്ന ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതുക. ആദ്യം ഏതാ വരുന്നത്? പാർസെക്ക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ. നമുക്ക് പറയുന്നത് എന്താണ്? വലുതിൽ നിന്ന് ചെറുതാണ് അല്ലേ? അപ്പോൾ പാർസെക്ക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ. 2025 ജനുവരി 29 ISRO NVS-2 എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശരിയായി നോക്കാം. ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. അത് ശരിയാണ്. അതുപോലെ തന്നെ GSLV F-12 എന്ന റോക്കറ്റാണ് വലിച്ചു കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അതാണ് തെറ്റ് വരുന്നത്. നെക്സ്റ്റ്, ഭൗമ, വ്യോമ, സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ പ്രധാന ആപ്ലിക്കേഷനുകളാണ്. അതും ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശരി പറഞ്ഞത്? എന്തൊക്കെയാണ്? ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ് ISRO NVS-2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൗമ, വ്യോമ, സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളുടെ ലൊക്കേഷൻ അധിഷ്ഠിത വാഹനങ്ങൾ സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിന് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്ക് ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഏത് കണ്ടുപിടുത്തത്തിനൊക്കെയായിരുന്നു? ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രിക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ്. നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണത്തെയാണെന്ന് പറയുന്നത് മാസ് സംഖ്യ എന്ന് പറയുന്നത്. മാസ് സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ്. പിന്നെന്താണ് നൽകിയിരിക്കുന്നത്? സിയിലെ കാർബൺ 6 അടിയിൽ തന്നിട്ട് മുകളിൽ 14 തന്നിട്ടുണ്ട് അല്ലേ? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി വരുന്നത്? ആദ്യം പ്രോട്ടോണാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും ശരി സെയിം തന്നെ വരുന്നത്. അപ്പോൾ നോക്കി ഫസ്റ്റ് വരുന്ന ഓപ്ഷനിൽ എന്താണ്? 2 6 വന്നിട്ടില്ലേ? പ്രോട്ടോണും ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് 6 തന്നെയാണ്. നമുക്കറിയാം മടിയിൽ എഴുതിയിരിക്കുന്ന നമ്പർ തന്നെയായിരിക്കും, ആറ്റോമിക് നമ്പർ തന്നെയായിരിക്കും പ്രോട്ടോൺ എന്നും അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്നറിയാം. ന്യൂട്രോൺ കണ്ടുപിടിക്കാം. 14ൽ നിന്നും 6 മൈനസ് ചെയ്യാം അല്ലേ? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ 14ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. അതാണ്. അപ്പോൾ 6 8 6 ഒരു ഇത് തന്നിരിക്കുന്നതിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയത്തിൻ്റെ മുഖ്യ അയിര് ഏതാണ്? അലുമിനിയത്തിൻ്റെ മുഖ്യ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ മുഖ്യ അയിര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് വിനാഗിരിയിലാണ്. വിനാഗിരിയിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ഓക്സിജൻ ഗ്യാസ് കണ്ടുപിടിച്ചത്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ഒരു ഇലക്ട്രോഡിനെ അർദ്ധസെല്ലിൻ്റെ പൊട്ടൻഷ്യൽ മൂല്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഏതൊരു താപനിലയിലും എത്രയായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. ഒരു ഇലക്ട്രോഡിൻ്റെ അർദ്ധസെല്ലിൻ്റെ പൊട്ടൻഷ്യൽ മൂല്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദിബന്ധനമുള്ള കാർബണിക സംയുക്തത്തിന് ഒരു ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദിബന്ധനമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ? CnH2n ആണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് CnH2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇരട്ടി ആയിരിക്കും അല്ലേ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ C2H4 ആണ് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലേക്കുള്ള ലയത്തം വാതകത്തിൻ്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലയത്തം വാതകത്തിൻ്റെ ഭാഗിക മർദ്ദനത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞത് ഹെൻറി നിയമമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ഘടനകളിൽ ഏതാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ നിരക്കിനെ സ്വാധീനിക്കാത്തത്? ഏതാണ്? നിറമാണ്. നിറമാണ്. അഭികാരങ്ങളുടെ ഗാഢത, താപനില, ഉൽപ്രേരകം എന്നിവയ്ക്ക് ഒരു രാസപ്രവർത്തനത്തിൻ്റെ നിരക്കിനെ സ്വാധീനിക്കുന്നതാണ്. മനുഷ്യകർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ടെക്ടോറിയൽ സ്ഥലം. ടെക്ടോറിയൽ സ്ഥലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിലെ പുറംപാളിയുടെ പേരെന്താണ്? ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിലെ പുറംപാളിയുടെ പേരെന്താണ്?
പോഷകാരകം. തുറന്ന രക്തപര്യന വ്യവസ്ഥ കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? തുറന്ന രക്തപര്യന വ്യവസ്ഥ കാണപ്പെടുന്നത് ഏതിനൊക്കെയാണ്? ചെമ്മീൻ, തേനീച്ച. കവിൾ ഭാഗത്ത് കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ ഭാഗത്തിന്റെ പേരെന്താണ്? കർണപാർശ്വഗ്രന്ഥികൾ. ജീനിന്റെ ബഹുമുഖത്വം എന്ന സ്വഭാവത്തിന് ഉദാഹരണം ഏതാണ്? ഫീനൈൽ കീറ്റോൺ യൂറിയ. ചില ലൈംഗിക പകർച്ചവ്യാധികളുടെ പ്രത്യേകത ജെനിറ്റൽ ഹെർപ്പസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? അത് കഴിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വരുന്നത് ഇത് തെറ്റാണ്. അതായത് ഒന്നാമത്തെ ആൻസർ ഇവിടെ തെറ്റാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പറങ്കിപ്പുണ്ണ് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? ശരിയാണ്. ഗൊണേറിയ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് കഴിയുന്നതാണ്. ഗൊണേറിയ നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ തെറ്റ് നൽകിയിരിക്കുന്നു അല്ലേ. അതായത് 2ഉം 3ഉം ശരി, 1ഉം 4ഉം തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? എത്ര ശതമാനം വരെയാണ്? 73% വരെയാണ് വന്യജീവികളുടെ ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നത്. അസ്പ്രോസിൻ എന്ന പ്രോട്ടീൻ ഹോർമോണിന് മനുഷ്യ ശരീരത്തിലുള്ള ധർമ്മം എന്താണ്? ഏതാണ്? കരളിൽ നിന്ന് ഗ്ലൂക്കോസ് റിലീസ് പ്രോത്സാഹിപ്പിക്കുന്ന ധർമ്മമാണ് അസ്പ്രോസിൻ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? തന്നിരിക്കുന്നത് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2ആണ്. പിന്നെ 47ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. -81/169 ആണ്. 48ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 9 ആണ്, -9ആണ്. 49ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. -A 15 D ആണ്. 50ന്റെ ആൻസർ വരുന്നത് 2:1 -2:1 ആണ്. 51ന്റെ ആൻസർ വരുന്നത് 70 -70 ആണ്. -70 കേട്ടോ, 70 ആണ്. 52 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 60% കൂടുതലാണെങ്കിൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ 53ന്റെ ആൻസർ വരുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടക്കത്തിൽ 70 km/h വേഗത്തിൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ 54ന്റെ ആൻസർ വരുന്നത് ബി ആണ്. 4.5 മണിക്കൂറാണ്. 55ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 56ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 57ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 58ന്റെ ആൻസർ ഓപ്ഷൻ ബി. 59ന്റെ ആൻസർ വരുന്നത് എ ആണ്. 60ന്റെ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ്. നെക്സ്റ്റ്, പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന തെറ്റുകൾ വരുത്തുന്നതിന് കാരണം എന്താണ്? കാരണം എന്തൊക്കെയാണ്? ഡിസ്ഗ്രാഫിയും ഡിസ്ലെക്സിയാണ് കേട്ടോ. തെറ്റിച്ച് വായിക്കുക, വാക്യങ്ങളിൽ അക്ഷരങ്ങൾ മാത്രം വായിക്കുക, കണ്ണാടിയിൽ കാണുന്നത് പോലെ എഴുതുക. എമ്മും ഡബ്ല്യൂയും തമ്മിലും WM-ഉം തമ്മിൽ എഴുതുമ്പോൾ തിരിഞ്ഞു പോകുന്നതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഡിസ്ഗ്രാഫിയും ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? കളിപ്പാട്ടങ്ങളും മറ്റു വസ്തുക്കളും നിരനിരയായിട്ട് വയ്ക്കുക, ആശ്ലേഷണം, ലാണന തുടങ്ങിയ ശാരീരിക സ്പർശനങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക, കൈകളും ശരീരഭാഗങ്ങളും പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുക എന്നിവയ്ക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ലക്ഷണങ്ങളാണ്. ആമോദിന് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് മാപ്പ് തയ്യാറാക്കുന്നതിൽ മോഡലുകൾ നിർമ്മിക്കുന്നതിനും അതിസാമർത്ഥ്യമാണ്. ഏത് ബുദ്ധിയിലാണ് അവൻ മികവ് പുലർത്തുന്നുണ്ടായിരിക്കാം? ഏതായിരിക്കും? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയായിരിക്കും. താഴെ പറയുന്നതിൽ ഗിൽഫോർഡ് മുന്നോട്ട് വെച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാണ്? ത്രിമുഖ സിദ്ധാന്തം. താഴെ പറയുന്നതിൽ ശരിയായ പട്ടിക ഏതാണ്? ശരിയായ പട്ടിക ശാരീരിക ചാലക വികാസം ഹാർലോക്ക്, വികസന പ്രവൃത്തി ഹാർവി ഗസ്റ്റ്, മാനവ വികസന തത്വശാസ്ത്രജ്ഞൻ ആർണോൾഡ് ഗസൽ, വിഭജിത ബോധന തത്വം ഏണസ്റ്റ് ഹിൽഗാർഡ്. താഴെ പറയുന്ന ടെസ്റ്റുകൾ എന്ത് കണ്ടെത്തുന്നതിനുള്ളതിനാണ്? എന്തിട്ടാണ് പറയുന്നത്? മിനസോട്ട മെക്കാനിക്കൽ കോംപ്രിഹെൻഷൻ ടെസ്റ്റ്, മിനസോട്ട മെക്കാനിക്കൽ അസംബ്ലി, ഓക്കോണർ ഫിംഗർ ടെക്സ്റ്ററിറ്റി, കോക്സ് ഓർലിസ് പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അഭിക്ഷമത കണ്ടെത്തുന്നതിനായിട്ടാണ്. അഭിപ്രേരണയെ നിർണ്ണയിക്കുന്നത് എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. പരാജയ രീതി, മത്സരം, അഭിരുചിയൊക്കെ എന്താണ്? അഭിപ്രേരണയെ നിർണ്ണയിക്കുന്നതാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. താഴെ പറയുന്ന പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സമാനമായത് സമാനമായവരെ ജനിപ്പിക്കുന്നു. വിചലന നിയമം, പ്രത്യാവർത്തന നിയമമൊക്കെ കണ്ടുപിടിച്ചതാരാണ്? മെൻഡലാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ക്രിഷ്മറുടെ വ്യക്തിത്വത്തിന്റെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാമാണ്? പിക്സിക്കും അസ്തനിക്കും ആണ്. എക്സോമോർഫിക്കും എൻഡോമോർഫിക്കാണ് ക്രിഷ്മറുടെ വ്യക്തിത്വത്തിന്റെ വർഗീകരണത്തിൽ വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സഹവർത്തിത പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാമാണ്? 2, 3, 5 ആൻസർ വരുന്നത്. ഒരു സംഘം പഠിതാക്കൾ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. പഠനലക്ഷ്യവും ചുമതലയും അധ്യാപകർ നിശ്ചയിക്കുന്നു. അധ്യാപകൻ ഒരു സഹായി എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്നു. കുട്ടികൾ പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടില്ലേ? പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് വികാസ ഘട്ടത്തിന്റെ സവിശേഷതയാണ് ഈ സചേതന ചിന്ത എന്ന് പറയുന്നത്? പ്രാഗ്മനോ വ്യാപാരഘട്ടം. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15(3), ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 24. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 1, 3, 4 കേട്ടോ. സീയുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ സത്യസന്ധത ആൽപോർട്ടിൻ്റെ ട്രേഡ് തിയറിയിൽ ഏത് സവിശേഷതകളിലാണ് ഉൾപ്പെടുന്നത്? ഏതിലാണ് വരുന്നത്? മുഖ്യ സവിശേഷതകൾ. വികലാംഗ ആക്ട് നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് ചുമതലയുള്ള മന്ത്രിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം സ്ഥാപനങ്ങളാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നവോദയ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളൊക്കെ വന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നറിയപ്പെടുന്നത് എന്താണ്? യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. 1948 ഏപ്രിൽ 7 നിലവിൽ വന്ന ഏജൻസി ഏതാണ്? WHO ആണ്. കേരള പാഠ്യപദ്ധതി സമീപന രേഖയിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാമാണ്? കേരള പാഠ്യപദ്ധതി സമീപന രേഖയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് ഇതൊക്കെയാണ്: ശിശു കേന്ദ്രീകൃതം, ചാക്രികം, അതുപോലെ തന്നെ പ്രക്രിയാധിഷ്ഠിതം എന്നൊക്കെയാണ് ഉൾപ്പെടാത്തവയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 2, 4, 6 ഉണ്ട്. 2, 4, 6. താഴെ പറയുന്നതിൽ ഒരേ വിചാരധാരയിൽ പെടുന്ന ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ്? ബ്രൂണർ, വൈഗോട്സ്കി, പിയാഷെ. Which of the following sentence correctly uses an article? They stayed at a hotel near the sea. 82ാമത്തിന് ആൻസർ വരുന്നത് ബി ആണ്. 83ാമത്തിന് ആൻസർ വരുന്നത് സി ആണ്. 84ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. 85ന് ആൻസർ വരുന്നത് സി ആണ്. 86ന് ആൻസറും സി ആണ്. 87ന് ആൻസറും സി ആണ്. 88ന് ആൻസറും സി ആണ്. 89ന് ആൻസർ ഡി ആണ് കേട്ടോ. 89ന് ആൻസർ ഡി ആണ്. 90ന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹരക്ഷാകർതൃത്വം മെന്ററിംഗ് എന്ന് പറയുന്ന ലക്ഷ്യമാക്കുന്നത് എന്താണ്? വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിയും വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുക തന്നെയാണ്. പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളാണ്. രാഷ്ട്രീയ ആശയാഭ്യാസ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ്? ധർമ്മപുരാണം. അധ്യാപക കഥകൾ രചിച്ചത് ആരാണ്? അക്ബർ കക്കട്ടിൽ. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസം ഏതാണ്? ദ്വന്ദ്വൻ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനദിനാസൂത്രണം ഇവ തയ്യാറാക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനം. നിന്നുപോയി എന്ന പ്രയോഗത്തിലെ പോയി എന്ന പദം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അനുപ്രയോഗം. സർവഭാഷാ വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് നോം ചോസ്കിയാണ്. സമ്പദ് പ്ലസ് രംഗം ചേർത്ത് നമ്മൾ ശരിയായ രൂപം ഏതാണ്? സമ്പദ് രംഗമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ APSC ആൻസർ കീയിൽ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.